ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ ഇഷ്ടവിശേഷങ്ങളായ നമ്മുടെ സ്നേഹം കൊണ്ട് ഒരു അടിപൊളി വിശേഷമായിട്ട് വന്നിരിക്കുന്നത്. അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷത്തിലേക്ക് പോകാം. അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ പ്രതാപനെ ശരിയാക്കാനായിട്ട് ഹരിയുടെ കൂട്ടുകാരെല്ലാവരും എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇവരെല്ലാവരും കയറി ചെന്നപ്പോഴത്തേനും പെട്ടെന്ന് തന്നെ സേതു ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, എന്താടാ ഹരി, എന്താടാ ചോദിച്ചു. സേതുവേട്ടൻ ഒന്നുകൊണ്ടും ടെൻഷൻ അടിക്കണ്ട, ഇപ്പം ശരിയാക്കി തരാം എന്ന് പറഞ്ഞു. അപ്പോൾ ഇപ്പം ശരിയാക്കി തരാം എന്ന് പറഞ്ഞ് ഇവരിങ്ങനെ കാത്തു നിൽക്കുന്ന സമയത്ത് നല്ല ഇടി കൊള്ളുന്നതും കാർച്ചയും കേൾക്കാം കേട്ടോ. അപ്പോൾ സേതു ഇങ്ങനെ പല്ലവി ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്, എന്താ സംഭവം എന്നറിയാതെ. അപ്പോഴാണ് ഓരോരുത്തരായിട്ട് ഗുണ്ടകൾ ഇങ്ങനെ ഓടുകയാണ് കേട്ടോ. അയ്യോ ചേട്ടാ, ഒന്ന് നിന്നേ എന്ന് പറഞ്ഞ് ഇവരിവിടെ പിടിച്ചു നിർത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇവന്മാരെ ജീവനും കൊണ്ട് അവിടുന്ന് പായാണ്. അപ്പൊ ഈ സമയത്ത് പല്ലവിനെ ഒരുത്തൻ ഇങ്ങനെ തള്ളി വിടുന്നുണ്ട് കേട്ടോ. അപ്പൊ പല്ലവി നേരെ കൈ ചെന്നിട്ട് ഇതിന്റെ ഈ എന്താ പറയാ സൈഡില് ഒരു സ്ഥലത്തേക്ക് ഇങ്ങനെ ഇടിക്കുന്നുണ്ട്. പക്ഷെ അത് പല്ലവി വലിയ കാര്യമൊന്നും ആക്കിയില്ല. ആള് നേരെ വന്നു. അപ്പൊ ഇവരിങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മൾ കാണുന്നത് നമ്മുടെ പ്രതാപനെയാണ്. അപ്പൊ പ്രതാപനെയും തൂക്കിയെടുത്തോണ്ട് ദേ വരുന്നു അവന്മാരെല്ലാവരോടെ ചേർന്ന്. അയ്യോ അയ്യോ എന്ന് കാർച്ച കേൾക്കാം. അപ്പൊ ഇത് കണ്ടിട്ട് സേതുവിനും പല്ലവിക്ക് ഭയങ്കര ചിരിയാട്ടോ വന്നത്. ശരിക്കും പറഞ്ഞാൽ പ്രതാപന്റെ കിടപ്പ് കണ്ട നമുക്ക് ചിരി വരും. അതെ, എന്താണെങ്കിലും ഇനി ഒരാള് നിങ്ങളെ ശല്യം ചെയ്യില്ല, ആ വിധത്തില് അടിച്ചൊതുക്കിയിട്ടുണ്ട്. ഒരു പ്രശ്നം വന്നാൽ നമ്മളെല്ലാവരും ഉണ്ട് ഹരി, നമ്മളെല്ലാവരും ഒറ്റക്കെട്ടല്ലേ എന്നിങ്ങനെ ഓട്ടോക്കാരും ഇങ്ങനെ പറഞ്ഞു കേട്ടോ. അപ്പൊ ഭയങ്കര സന്തോഷമായി ഹരിക്ക്. അപ്പൊ പല്ലവി ഇങ്ങനെ നിൽക്കുകയാണ്. ഈ സമയത്താണ് ഋതുവും അങ്ങോട്ടേക്ക് വന്നു പ്രതാപന്റെ അവസ്ഥയൊക്കെ കാണാൻ. കുറുപ്പും മാവനും ഉണ്ട്. അയ്യോ അല്ല മാവ, നമുക്ക് ഡോക്യുമെന്റ്സിനെ കുറിച്ച് ചർച്ച ചെയ്യണ്ടേ? അയ്യോ വേണ്ടാന്നേ. അതെ, എനിക്കൊരു അബദ്ധം പറ്റിപ്പോയതാ, ഇനി ഞാൻ ആവർത്തിക്കത്തില്ല എന്ന് പറഞ്ഞു. ആഹാ, അയ്യോ കഷ്ടം, പാവം. എനിക്ക് സംസാരിക്കാമോ എന്ന് ചോദിച്ചു പല്ലവി. സംസാരിക്കാം, ആർക്ക് വേണമെങ്കിലും സംസാരിക്കാം, ഒരു കുഴപ്പമില്ല. അപ്പൊ എല്ലാവരും ഇങ്ങനെ നോക്കിയിട്ട്, തന്റെ സ്വഭാവം നന്നായി പഠിച്ചിട്ടുള്ള ആളായി ഞാൻ, അതുകൊണ്ട് പറയാം, ഒരവസരം കിട്ടിയ തന്റെ സ്വഭാവം താൻ ഇനിയും പുറത്തു കാണിക്കും. അയ്യോ ഇല്ല, ഇനി ഒരിക്കലും ഞാൻ ശല്യം ചെയ്യാൻ വരില്ല എന്ന് പറഞ്ഞു. എന്താണെങ്കിലും ഇഷ്ടപ്പെട്ടു നമ്മുടെ സേതുവിന്. എന്നാ പിന്നെ ഞങ്ങൾ അങ്ങ് പോട്ടെ, അപ്പോ കൊണ്ടുപോ. അയ്യോ വണ്ടി പോട്ടെ എന്നൊക്കെ പറഞ്ഞ പ്രധാനം ചുവന്ന് ഇവരിങ്ങനെ പോവാണ് കേട്ടോ. അപ്പൊ വേഗം തന്നെ എന്നെ എങ്ങോട്ടാ കൊണ്ടുപോണത്? ഒരു ദിവസം ഫുള്ള് വെച്ചങ്ങ് ഇടിക്കാനായിട്ടാ കൊണ്ടുപോണത്. ഒരു ദിവസം ഫുള്ളോ? എന്റെ അമ്മേ, എന്റെ കാര്യം തീർന്നു. ഞാനൊരു പാവാണേ, എന്നെ ഉപദ്രവിക്കല്ലേ എന്ന് പറഞ്ഞ പ്രതാപൻ അങ്ങ് പോവാണ് കേട്ടാ. അപ്പൊ ഋതുവിനോട് ഇപ്പം മനസ്സിലായല്ലോ കൂടെ കൊണ്ട് നടന്നയാളുടെ തനി സ്വഭാവം. ഇനി അയാളെ ഒന്നും ഈ പരിസരത്ത് അടുപ്പിച്ചേക്കരുത് എന്ന് പറഞ്ഞു സേതു. ഇനിയെങ്കിലും നന്നാവാനായിട്ട് നോക്ക് ഋതു. ഇനി ഇപ്പോഴും വൈകിട്ടില്ല. അപ്പൊ കൈക്കൊരു വേദന കേട്ടോ. അപ്പൊ കൈ ഇങ്ങനെ പിടിക്കാണ്. കൈക്ക് എന്തു പറ്റി? നേരത്തെ വീണില്ലേ, അപ്പൊ അവിടെ ഇടിച്ചതാ. ഡോക്ടറെ കാണാം. അയ്യോ അത് വേണ്ട സേതു കേട്ടാ. ശരിക്കും പറഞ്ഞാല് കുറച്ചു കഴിയുമ്പോൾ മാറിക്കോളും. പല്ലവി, കൈയാണ്, അത് സൂക്ഷിക്കുക തന്നെ ചെയ്യണം. വാ നമുക്ക് വേഗം ഡോക്ടറെ കാണണം, കണ്ടേ പറ്റൂ എന്ന് പറഞ്ഞ് ഹരിയും കൂട്ടിക്കൊണ്ട് ഇവര് 3 പേരൂടെ ഹോസ്പിറ്റലിലേക്ക് പോയി. അപ്പൊ കുറുപ്പമാവനും ഋതു നിൽക്കാണ്. ഇതുപോലൊരു ഏട്ടനുള്ളതാണ് മോളുടെയൊക്കെ ഒരു ഭാഗ്യം എന്ന് പറഞ്ഞിട്ട് കുറുപ്പമാവനും പോയി. അപ്പൊ കുറച്ചു നേരം ഋതു അവിടെ നിന്നു. ഋതുവിന് ശരിക്കും കുറ്റബോധമാണോ സങ്കടമാണോ അതോ ആളുടെ മനസ്സിലെന്താണ് അതൊന്നും അറിയില്ല കേട്ടോ. പിന്നെ കാണുന്ന ഡോക്ടറുടെ അടുത്തേക്ക് ചെല്ലാണ് ഇവര്. എക്സ്റേക്ക് എടുത്ത് നോക്കിയിട്ട് ഇരിക്കുക എന്ന് പറഞ്ഞ പല്ലയുടെ കയ്യില് ഒരു എന്താ പറയാ ഒരു കവർ ഇട്ടങ്ങ് കൊടുത്തു കേട്ടോ. ഭാഗ്യത്തിന് ഫ്രാക്ചർ ഒന്നുമില്ല, ചെറിയൊരു ചതവുണ്ട്, നീ മരുന്ന് കഴിക്കുമ്പോൾ അങ്ങ് മാറിക്കോളും എന്നുകൂടെ ഡോക്ടർ പറഞ്ഞു. അപ്പൊ പല്ലവി എന്തോ കുശു എന്ന് നമ്മുടെ സേതുവിനോട് അങ്ങ് പറയാണ് കേട്ടാ. ഡോക്ടർ ചോദിച്ചു, എന്താ എന്ന് ചോദിച്ചു. അല്ല, ഈ സ്ലിങ് അത് വലിയ ബുദ്ധിമുട്ടാന്നാ പറയണത്. അതാണോ? അത് വേണം, കൈക്കൊരു റെസ്റ്റ് ഒക്കെ വേണ്ടേ പല്ലവി എന്ന് ചോദിച്ചു. അനക്കാൻ പാടില്ല 2-3 ദിവസത്തേന്, അല്ലെങ്കിൽ നീര് കൂടും. അതുകൊണ്ടാ. വെറുതെ കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കേണ്ട കാര്യമുണ്ടോ? ശരി, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. പിന്നെ നിങ്ങളെ പറഞ്ഞത് കൊണ്ടാ ഒരു പോലീസിൽ വിവരം അറിയിക്കാത്തത്. സ്ത്രീകൾക്ക് നേരെയുള്ള ഉപദ്രവവും അതറിഞ്ഞാൽ പോലീസിനെ വിവരം അറിയിക്കാത്തതും ഒരുപോലെ കുറ്റകരമാണെന്ന് അറിയാലോ. അതല്ല, അവന്മാർക്കുള്ള ശിക്ഷ കാര്യമായിട്ട് തന്നെ അപ്പൊ തന്നെ കൊടുത്തിട്ടുണ്ട്. അതിലൊരു 3-4 പേരെങ്കിലും മിക്കവാറും ഇവിടെ തന്നെ അഡ്മിറ്റ് ആയിട്ടുണ്ടാവും ഡോക്ടർ എന്ന് പറഞ്ഞു. എനിവേ ഈ മരുന്ന് കഴിക്കണം എന്ന് പറഞ്ഞ ഡോക്ടർ ഒരു മരുന്ന് എഴുതി കൊടുത്തു കേട്ടോ. അപ്പൊ പല്ലവിടെ അത് മേടിച്ചു.
അപ്പൊ സേതുവിന് ഭയങ്കര ടെൻഷനാണ് കേട്ടോ. പല്ലവിയുടെ കൈക്കല്ലേ പറ്റിയതെന്ന് ഓർത്തിട്ടാണല്ലോ ഭയങ്കര ഇതായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ വേഗം തന്നെ ഹസ്ബൻഡ് അല്ലേ എന്ന് ചോദിച്ചു. അപ്പൊ ഒന്ന് ചിരിച്ചിട്ട് അല്ല ഇപ്പോഴല്ല, ഇപ്പം ഉടനെ ആകും എന്ന് പറഞ്ഞു. ശരി, ആ എന്തായാലും ഭാവി വധുവിന്റെ വലങ്കയായിട്ട് 1-2 ദിവസം പ്രവർത്തിക്കാൻ അതൊരു രസമല്ലേ സേതു അല്ലേ എന്ന് ചോദിച്ചു. രസാണ്, എനിക്കിത് ഇഷ്ടാണ് എന്ന് പറഞ്ഞ ഇവർ രണ്ടുപേരുടെ എന്നാ ശരി ചെല്ലുക എന്ന് പറഞ്ഞു. ഇവർ രണ്ടുപേരും ഡോക്ടറെ അടുത്തുനിന്ന് നേരെ വീട്ടിലേക്ക് ചെല്ലുകയാണ് കേട്ടോ. വീട്ടിലേക്ക് ചെല്ലുമ്പോൾ പൂർണിമാമയും അവരെല്ലാവരും വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പൊ നമ്മുടെ എന്താ പറയാ എല്ലാവരും ഇവിടെ നിൽക്കുന്ന സമയത്ത് സ്വാതി ഇങ്ങനെ വിളിച്ച് പറയാണ്, ദേ അവര് വന്നു എന്ന് പറഞ്ഞു. അമ്മേ ദേ പല്ലവി ചേച്ചി വന്നു എന്ന് അച്ചുവും പറഞ്ഞു. അപ്പൊ അതനുസരിച്ച് ബേബി ചേച്ചിയും അച്ചുവും സ്വാതിയും എല്ലാവരും ഓടി വരികയാണ്. അയ്യോ ഫ്രാക്ചർ ഉണ്ടോ ചേച്ചി എന്ന് ചോദിച്ചു. ഇല്ല. അപ്പൊ വേഗം പല്ലവിയെ കൊണ്ടിരുത്തി. കേട്ടപ്പോ എനിക്ക് വിഷമായി മോളെ, ഈ വീടിന് വേണ്ടിയിട്ട് സഹിക്കുന്നത് മുഴുവൻ നീയാണല്ലോ എന്ന് ഓർത്തപ്പോ എനിക്ക് സങ്കടായി. സാരമില്ലമ്മേ, ചെറിയ പരിക്കല്ലേ ഉള്ളൂ, വലിയ പരിക്കൊന്നും ഇല്ലല്ലോ. അപ്പൊ പ്രതാപന്റെ ശരിക്കും കൊടുത്തില്ലേ മോനെ എന്നായിരുന്നു ബേബി ചേച്ചിയുടെ ചോദ്യം. അപ്പൊ ഹാരി വന്നിട്ടൊന്നും പറഞ്ഞില്ലേ ബേബി ചേച്ചി? ഇവന്റെ കൂട്ടുകാരാണ് എല്ലാം ചെയ്തത്. കേറി അങ്ങ് പോന്നതും കണ്ടു, പിന്നെ അവനെ തൂക്കിയെടുത്തോണ്ടാ വന്നത്. പിന്നെ ഇടി കൊള്ളാൻ ഇനി അവന്റെ ശരീരത്ത് ഒരു അവയവും പോലും ബാക്കിയില്ല എന്ന് പറഞ്ഞു. അതേതായാലും നന്നായി, അങ്ങനെ തന്നെ വേണം, തോന്നിവാസത്തിന് നിന്നിട്ടല്ലേ എന്ന് സ്വാതി ഇങ്ങനെ പറഞ്ഞു. അയാള് കാണിച്ച ആ മുദ്രപത്രത്തിലെ ഉപ്പ് അത് ഋതുവിന്റെ തന്നെയാമേ, പക്ഷെ അതുപോലൊരു ഉപ്പ് അവൾ ഇട്ടിട്ടില്ല എന്നാ അവള് പറഞ്ഞത്. അപ്പൊ എല്ലാവർക്കും അതാ കൺഫ്യൂഷൻ ഉണ്ട് കേട്ടോ. ശരിക്കും അവള് നുണ പറയുന്നതാ സേതു. അവളെ പറ്റിക്കാൻ എളുപ്പമാ, പിന്നെ വാശിയുണ്ടല്ലോ, കണ്ണ് കാണാതിരിക്കാൻ. അതുപോലെ സേതു മണ്ടത്തരം പറ്റിക്കാണും, അല്ലാതെ എന്ത്. എന്നാലും ഇങ്ങനെ പറ്റുമോ? അവളെങ്ങ് വരട്ടെ, ചോദിക്കുന്നുണ്ട് ഞാൻ. അയ്യോ ഇനിയിപ്പൊ അതിന്റെ പേരിലൊരു ചർച്ച വേണ്ടച്ചോ. കഴിഞ്ഞത് കഴിഞ്ഞു, ഇനി അബദ്ധമൊന്നും പറ്റാതിരുന്നാ പോരെ. ഇതുവല്ലേ ആള്, മനഃപൂർവ്വം അബദ്ധം പറ്റുന്ന കൂട്ടത്തിലുള്ളതാ അവള്. അതെ, കൈ അനക്കാൻ പറ്റുന്നുണ്ടോ ചേച്ചി എന്ന് ചോദിച്ചു. ഇല്ല, ബെഡ് റെസ്റ്റ് പറഞ്ഞിരിക്ക. അയ്യോ എന്ന് പറഞ്ഞു. എന്തോന്നയ്യോ? സ്വന്തം കാര്യം എങ്ങനെ ചെയ്യൂന്നുള്ള ചിന്തയിലാണെങ്കിൽ ആ ചിന്ത വേണ്ട, ഞാനുണ്ട്, ഞാൻ സഹായിക്കും. എന്ന് ചോദിച്ചു. എല്ലാവർക്കും ഒരു കള്ളച്ചിരിയൊക്കെ വന്നു കേട്ടോ. ഏട്ടനോ എന്ന് ചോദിച്ചു. അതെ, എന്താ ഞാൻ കണ്ടു, എന്താ സഹായിച്ചൂടെ? ഡിവോഴ്സ് കഴിഞ്ഞ അല്ല, എല്ലാം തീരുമാനിച്ചുറപ്പിച്ചു വെച്ചിരിക്കുകയാണല്ലോ, അതാ ഞാൻ ഉദ്ദേശിച്ചത്. ആ പല്ലവിക്ക് ഇവിടെ ഒരു പ്രയാസം അനുഭവിക്കേണ്ടി വരില്ല. സേതുണ്ട്, കൈയായിട്ടും കണ്ണായിട്ടും കരലായിട്ടും എന്ന് പറഞ്ഞ. ഓഹോ അങ്ങനെ, ശരി ശരി എന്ന് പറഞ്ഞു ഇവരെല്ലാവരും ചിരിക്കാം. അത് മതി എന്ന് പറഞ്ഞു പൂർണിമാമ. നീ തന്നെ അത് ചെയ്യേണ്ടത്, മറ്റൊന്നും കൊണ്ടല്ല കേട്ടോ സേതു. നീ പൊന്നും മടത്തിന് വേണ്ടിയിട്ട് കളഞ്ഞതല്ലേ പല്ലവി ഈ കയ്യ്, അത് നേരെയാക്കി തരേണ്ടത് പൊന്നും മടത്തിന്റെ കടമയാ. അതുകൊണ്ട് അത് ഇവൻ ചെയ്തു തരും, ഭംഗിയായിട്ട് നിനക്ക് ചെയ്തു തരും അല്ലേടാ എന്ന് ചോദിച്ചു പൂർണിമാമ. അപ്പോഴേക്കും നാണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. പല്ലവിക്കാണ് ചമ്മല്. എന്നാ ഇവളെ കൊണ്ടുപോയി വേഗം കിടത്ത റൂമില്. പല്ലവി വാ പല്ലവി, നമുക്ക് കിടക്കാം എന്ന് പറഞ്ഞു. എന്നെല്ലാവരും ചോദിച്ചു. അല്ല പല്ലവി കിടത്താന്ന് ഞാൻ ഉദ്ദേശിച്ചത്. ശരി ശരി എന്നാ ചെന്നാട്ടെ എന്ന് പറഞ്ഞു. വേഗം പല്ലവിയും പിടിച്ചോണ്ട് റൂമിലേക്ക് പോവാണ് കേട്ടോ. ഇവരെല്ലാവരും ചിരിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ കാണുന്നത് നമ്മുടെ മാഷിനെയും അതുപോലെ തന്നെ ശോഭനെയാണ്. പാറുണ്ട്. ശോഭ എന്ന് വിളിച്ചു. എന്താ മാഷേ എന്ന് ചോദിച്ചു. അതെ, നമ്മൾ രക്ഷപ്പെട്ടു എന്നാ തോന്നുന്നത് ശോഭയെ എന്ന് പറഞ്ഞു. എന്താ മാഷേ ഇത്ര സന്തോഷം? മറ്റൊന്നുമല്ല, നിന്റെ എന്താ പറയാ ആങ്ങളെ വിളിച്ചിരുന്നു, പാറുവിന്റെ പാസ്പോർട്ട് ഡീറ്റെയിൽസ് അയച്ചു കൊടുക്കാനാ പറഞ്ഞത് എന്ന് പറഞ്ഞു. ആണോ? എന്റെ ഈശ്വരാം, അവളെ അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റൂന്നാ അവൻ പറഞ്ഞത്. അതൊന്ന് നടന്ന് കണ്ടാ മതിയായിരുന്നു. നടക്കില്ല, ഞാൻ പോവില്ല എന്ന് പറഞ്ഞു പാറു. അമേരിക്കയിലേക്കാ പോണത്, എവിടേക്കാണേലും ഞാനില്ല, വെറുതെ കാശ് കളയണ്ട എന്ന് പറഞ്ഞു പാറു. പണ്ട് അമേരിക്ക പോണമെന്നായിരുന്നല്ലോ നിന്റെ ആഗ്രഹം, ഇപ്പൊ എങ്ങനെയാ മാറിയത്? മാറി. എനിക്കറിയാടി കാരണം എന്താന്ന്. അറിയാലോ, പിന്നെ ഞാൻ കാരണം വിശദീകരിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. നിങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങളൊന്നും അല്ല എന്റെ മനസ്സില്. എനിക്ക് ഡോക്ടറേറ്റ് എടുക്കണം, അതവിടെയാണെങ്കിലും പറ്റുമല്ലോ. എനിക്ക് ഇവിടുന്ന് ഡോക്ടറേറ്റ് എടുത്ത് ഇവിടെ തന്നെ ഏതെങ്കിലും കോളേജിൽ പഠിപ്പിക്കണം എന്നാ എനിക്ക് എന്ന് പറഞ്ഞു. ആ ആഗ്രഹം അമേരിക്ക ചെന്നത് നടക്കില്ലല്ലോ, നടക്കുവോ എന്ന് ചോദിച്ചു. അപ്പൊ ശോഭ അടുത്തേക്ക് ചെന്നിട്ട്,
ഞങ്ങൾ പാസ്പോർട്ടിന്റെ വിവരം അയച്ചു കൊടുക്കും. വിസ കിട്ടിയാൽ നീ പോയിരിക്കും. അത് അമ്മയുടെ വാശി. പക്ഷെ എനിക്കുമുണ്ട് അതുപോലെ വാശി. പോവില്ല എന്ന് പറഞ്ഞാ പോവില്ല. അതും ഇതും പറഞ്ഞ് എന്നോട് വെറുതെ വഴക്കിന് വരണ്ട എന്ന് പറഞ്ഞ് പാറു മേളിലേക്ക് അങ്ങ് കയറി അങ്ങ് പോയി കേട്ടോ. അപ്പൊ മാഷേ, ഇനി നമ്മൾ എന്ത് ചെയ്യും? ആ നശിച്ചവൻ കാരണമാ ഇവൾ ഇങ്ങനെയൊക്കെ പറയണത്. ബാധ പോലെ കൂടിയിരിക്കല്ലേ മാഷേ. അവൻ ഒഴിഞ്ഞു പോവാതെ ഇവള് നന്നാവില്ല. ഷു, നമ്മളിനി എന്ത് ചെയ്യും മാഷേ എന്ന് ചോദിച്ചു ശോഭ. പാറു അമേരിക്കയിലെത്തിയ നമ്മുടെ കുടുംബം രക്ഷപ്പെടും. അതെന്താ ഇവൾ ഓർക്കാത്തത് എന്ന് ചോദിച്ചു. വിഷമിക്കേണ്ട, നമ്മൾ എന്തായാലും പാസ്പോർട്ട് ഡീറ്റെയിൽസ് തൽക്കാലം അയച്ചു കൊടുക്കാം. ബാക്കിയൊക്കെ പിന്നെ വരുന്നത് പോലെ കാണാം. ഇപ്പൊ നമുക്ക് അത്രേ ചെയ്യാൻ പറ്റൂ എന്ന് പറഞ്ഞ് മാഷു അങ്ങ് പോയി കേട്ടോ. അപ്പൊ പിന്നെ കാണുന്നത് പാറുവിനെ വിശ്വത്തിനെയാണ്. പാറു ഭയങ്കര സങ്കടത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ വിശ്വം, എന്റെ പൊന്നു പാറോ, എടോ, അമേരിക്ക എല്ലാവരുടെ ഒരു സ്വപ്നമല്ലേ പാറു? അതിനൊരു അവസരം കിട്ടിയ താൻ എന്തിനാ നഷ്ടപ്പെടുത്തുന്നത്? 2 കാരണമാ എന്നെ പിടിച്ചു നിർത്തുന്നത്. ഒന്ന്, എനിക്ക് ഡോക്ടറേറ്റ് എടുക്കണം. അതവിടെയും ആകാവല്ലോ. ആവാം. പക്ഷെ രണ്ടാമത്തെ കാരണം അവിടെ ഉണ്ടാവില്ലല്ലോ. അതെന്താ ഇപ്പൊ അതെന്താ അവിടെ ഇല്ലാത്ത ഒന്ന് എന്ന് ചോദിച്ചു. വിശ്വൻ എന്ന് പറഞ്ഞു. അതെ, ഈ താൻ ഇവിടെയല്ലേ, പിന്നെ ഞാൻ എങ്ങനെയാ? ഒന്ന് ചിരിച്ചിട്ട് വിശ്വ അവിടെ ഇരുന്നു. എടോ, ഈ ഡിജിറ്റൽ യുഗത്തില് ദൂരം ഒരു പ്രശ്നമാണോ പാറു? പ്രശ്നമാണ്. എനിക്കത് പ്രശ്നമാണ്. എന്തിനാണ് എന്നെ അമേരിക്കയിലേക്ക് കൊണ്ടുപോകുന്നതെന്ന് അറിയോ? നമ്മുടെ ബന്ധം ഇല്ലാതാക്കാൻ. അതറിഞ്ഞുകൊണ്ട് ഞാൻ അതിന് കൂട്ടു നിൽക്കണം എന്നാണോ പറയുന്നത് വിശ്വം? ഞാൻ അത് ഒരിക്കലും ചെയ്യില്ല. എടോ, ഞാൻ കാരണം സ്വന്തം ഭാവി നശിച്ചു എന്ന് തോന്നരുത്. ഒരിക്കലും തോന്നില്ല. എന്റെ തീരുമാനങ്ങൾ എന്റെ മാത്രമാണ്. നല്ലത് വന്നാലും ചീത്ത വന്നാലും ഞാനങ്ങ് സഹിച്ചു. എന്റെ അഭിപ്രായം പോണമെന്ന് തന്നെയാ. അമേരിക്ക ആയതുകൊണ്ടാ എന്ന് പറഞ്ഞു. വിശ്വനെന്നല്ല, ആര് നിർബന്ധിച്ചാലും പോവില്ല എന്ന് പറഞ്ഞാ പോവില്ല. വീട്ടിൽ വഴക്കുണ്ടാവില്ലേ പാറു? ഉണ്ടായിക്കഴിഞ്ഞല്ലോ. ഒരു കഴക്ക് എന്നാ പറയാ, ഒരു വശത്ത് വഴക്ക്, മറ്റൊരു വശത്ത് വിശ്വൻ. എന്നെ ആരും മനസ്സിലാക്കുന്നില്ല എന്ന് പറഞ്ഞു. എടോ എന്ന് പറഞ്ഞ അടുത്തിരുന്നു കേട്ടോ. എന്നെ ആ ലിസ്റ്റിൽ പെടുത്തണ്ട. തന്നെ എനിക്ക് മനസ്സിലാവും. എന്നിട്ടാണോ അമേരിക്കയിൽ പോകാൻ പറഞ്ഞത്? തന്നെ ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ല. ലൈഫിൽ ഒരിക്കൽ മാത്രം കിട്ടുന്ന അവസരമല്ലേ അതാ. എനിക്ക് ലൈഫിൽ ഒരിക്കൽ മാത്രം കിട്ടുന്ന അവസരം എന്ന് പറയുന്നത് അമേരിക്ക അല്ല. പിന്നെ അത് താനാ എന്ന് പറഞ്ഞു. അപ്പൊ ദണ്ട ആളുടെ മുഖത്ത് നല്ല പുഞ്ചിരി അങ്ങ് വിടർന്നു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഭയങ്കര സന്തോഷായിട്ടോ വിശ്വന്. ആ 2 പേരുടെയും റൊമാൻസ് അതങ്ങ് പൂത്തൊലയാണ്. അതേ നോക്കി നിൽക്കുകയാണ് കേട്ടോ. അപ്പൊ ഇതേ വേഗം തന്നെ പിന്നെ കാണുന്നത് നമ്മുടെ ബേബി ചേച്ചിനെയാണ്. അപ്പൊ ബേബി ചേച്ചി ഒരു പാത്രത്തിൽ കഞ്ഞിയും ടവലും കറിയോളും ഒക്കെ ആയിട്ട് ഇതങ്ങ് പോകുമ്പോ സേതു, ഇത് എങ്ങോട്ടാ ബേബി ചേച്ചി എന്ന് ചോദിച്ചോ. പല്ലവി കുഞ്ഞിന് കഞ്ഞി കൊടുക്കാൻ പോവാ. പല്ലിക്കുഞ്ഞോ? പല്ലിക്കുഞ്ഞല്ല, പല്ലവി കുഞ്ഞിന്. ഓ, എന്നാ ഇങ്ങ് താ എന്ന് പറഞ്ഞു. ഞാൻ കൊടുത്തോളാം. ഓ ശരി, ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ ബേബി ചേച്ചി ഇന്ന് ചിരിക്കാം. എന്താ ഇപ്പൊ ഇത്ര ചിരിക്കാൻ എന്ന് ചോദിച്ചു. ഒന്നുമില്ലേ, ഞാൻ വെറുതെ ചിരിച്ചതാ. ആ, എന്നാലേ ഞാൻ കെട്ടാൻ പോകുന്ന പെണ്ണവള്, അതെനിക്കറിയാലോ. എന്നിട്ടാണോ ചിരിക്കുന്നത്? ഓ ശരി ശരി, നടക്കട്ടെ എന്ന് പറഞ്ഞു അവരങ്ങ് പോയി. കഞ്ഞി എന്ന് പറഞ്ഞു. അല്ല, കഞ്ഞി ഞാൻ തരാന്ന് പറയായിരുന്നു. ഞാൻ കഴിച്ചോളാം സേതുവേട്ടാ. ഏയ്, അതൊന്നും വേണ്ട. കൈ അനക്കാൻ പാടില്ല. അതുകൊണ്ട് ഞാൻ തന്നെ വാരിത്തരാം എന്ന് പറഞ്ഞ സേതു ഇതേണ്ട പല്ലവിക്ക് വാരി കൊടുക്കുകയാണ് കേട്ടോ. അപ്പൊ ഓരോന്നൊക്കെ പറഞ്ഞിങ്ങനെ വാരി കൊടുത്തോണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ സ്വാതിയും അച്ചുവും കൂടെ അങ്ങോട്ടേക്ക് വരുന്നത്. ആഹാഹാ, എന്ത് കാഴ്ചയായി കാണുന്നത്, നോക്കിയടി സ്വാതി എന്ന് പറഞ്ഞു. ഞങ്ങളെ സഹായിക്കണോ എന്ന് ചോദിച്ചു. അപ്പം അടിപൊളി, ദേ വന്നു. വേണ്ട, എന്തിന്, ഇത് ഞാൻ തന്നെ അങ്ങ് ചെയ്തോളാം കേട്ടോ എന്ന് പറഞ്ഞു. ഇനിയുള്ള കാലത്ത് ഭാര്യയും ഭർത്താവും ഒരുമിച്ചായിരിക്കും വീട്ടിലുള്ള ജോലിയൊക്കെ ചെയ്യേണ്ടത്. അത് മനസ്സിലായോ എന്ന് ചോദിച്ചു. എല്ലാവരും എല്ലാം അറിഞ്ഞിരിക്കണം. അതെന്താ? അപ്പം വേഗം അച്ചു അങ്ങോട്ടേക്ക് വന്നിട്ട്, അല്ല അതിപ്പോ ഇവിടെ പറയേണ്ട എന്താ കാര്യം? ഞാൻ വെറുതെ ഒന്ന് സൂചിപ്പിച്ചേ ഉള്ളൂ. എടി, സേതുവേട്ടന്റെ മുഖം കണ്ട എന്താ തോന്നുന്നറിയോ? ചേച്ചിക്ക് ഇങ്ങനെ അപകടം പറ്റിയത് നന്നായിന്ന്. എടി, ദൈവദോഷം പറയലേടി. എനിക്ക് 8 പല്ലവിയുടെ കയ്യിലാണെങ്കിലും വേദന ഈ നെഞ്ചിനാത്ത എന്നൊക്കെ പറഞ്ഞിങ്ങനെ കാണിക്കാണ്. ഷോ, കഷ്ടം തന്നെ. അല്ല സേതുവേട്ടാ, അത് കൊള്ളാലോ. കെട്ടവിടെയും വേദന ഇവിടെയും. അപ്പൊ മരുന്നൊക്കെ കഴിക്കുന്നത് സേതുവേട്ടനായിരിക്കും അല്ലേ എന്ന് ചോദിച്ചു.
അല്ല, വേദന പോവാനേ പെയിൻ കില്ലേഴ്സ് ഉണ്ടാവില്ലേ സേതുവേട്ടാ? വേദന ഈ നെഞ്ചിനകത്താവുമ്പോ പിന്നെ സേതുവേട്ടൻ വേണ്ടേ അതൊക്കെ കഴിക്കാൻ? ഈ വേദനയ്ക്ക് മരുന്നൊന്നും വേണ്ട, അതൊക്കെ തനിയെ അങ്ങ് പോയിക്കോളും എന്ന് പറഞ്ഞു. ടീച്ചറെ, ഇത് കേൾക്കുന്നുണ്ടല്ലോ അല്ലേ എന്ന് ചോദിച്ചു സ്വാതി. എന്ന് പറഞ്ഞ ഋതു എന്താ പറയാ പല്ലവി. നിങ്ങൾ അപ്പുറത്തേക്കൊന്ന് പോയേ, നിങ്ങൾ ഇവിടെ നിന്നാ എനിക്ക് സമാധാനമായിട്ട് കഞ്ഞി കൊടുക്കാൻ പറ്റില്ലെന്നേ. പോയേക്കാം, ഞങ്ങള് പോയേക്കാം. അല്ലെങ്കിലും ഞങ്ങളിവിടെ നിന്ന് എന്തിനാ വേദന വെറുതെ സേതുവേട്ടന് കൂട്ടുന്നത്? നമുക്ക് സ്വാതി അപ്പുറത്തേക്ക് പോവാം എന്ന് പറഞ്ഞ് ഇവരങ്ങ് പോയി കേട്ടോ. പോട്ടെ വല്യേട്ടാ, പോട്ടെ ടീച്ചറെ എന്ന് പറഞ്ഞ ആക്കി ഒരു ചിരിയൊക്കെ ചിരിച്ച്. ഷു, എന്റെ പൊന്നെ സേതുവേട്ടാ, എന്താ ഇതെന്തിനാ ഇങ്ങനെയൊക്കെ പറയാൻ പോയത്? കെട്ടവിടെയും വേദന അവിടെ ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ എന്ന് മുതലാ പഠിച്ചത്? ഓരോ കാമുകനും ഓരോ കലാകാരന പല്ലവി, അത് മനസ്സിലാക്കണം എന്ന് പറഞ്ഞു. അവന്റെ ഉള്ളിൽ നിന്ന് കവിതകൾ ഇങ്ങനെ പടപടാന്ന് പുറത്തു വന്നുകൊണ്ടേയിരിക്കും. മനസ്സിലായോ? കേട്ടിട്ടില്ലേ? കവിയും പിന്നെ പ്രണയിതാവും ഭ്രാന്തനും ഒക്കെ ഒരുപോലെയാന്ന്. പക്ഷെ ഇപ്പൊ എനിക്ക് മനസ്സിലായി ഭ്രാന്ത് വരുമെന്ന്. അതെ അതെ, ഈ കഞ്ഞി കുടിക്കുക, അപ്പൊ ഭ്രാന്ത് തനിയെ കുറഞ്ഞോളും. അപ്പൊ എനിക്കാണോ ഭ്രാന്ത്? നമ്മൾ ആർക്കായാലും എന്താ, നമ്മളെ രണ്ടുപേരും ഒന്നല്ലേ? സേതുവേട്ടാ ചുമ്മാ നിന്ന് കൊഞ്ചല്ലേ? എനിക്ക് നാണമായിട്ട് പാടില്ല എന്ന് പറഞ്ഞു. ദാ കുടിക്കുക എന്ന് പറഞ്ഞ വീണ്ടും പല്ലവിക്ക് വാരി കൊടുക്കണേ. ഇന്നും കൂടിയേ ഉള്ളൂ ഈ കഞ്ഞി തരലൊക്കെ. നാളെ എന്റെ അച്ഛനും അമ്മയും വരുമ്പം അവരെന്നെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകാനായിട്ട്. ഇവിടെ ആർക്കും ഒരു ബുദ്ധിമുട്ടാവണ്ടല്ലോ. ഇവിടെ ഞാൻ നിൽക്കുന്നതേ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടല്ലേ എന്ന് പറഞ്ഞു. പോകാൻ തീരുമാനിച്ചോ? എന്താ വേണ്ടത് എന്ന് ചോദിച്ചു. സ്വന്തമായിട്ട് തീരുമാനം എടുക്കാൻ പ്രാപ്തിയുള്ള ആളല്ലേ, സ്വയം തീരുമാനിച്ചോ, ഞാൻ ഇടപെടുന്നില്ല. സേതുവിന്റെ മുഖഭാവമൊക്കെ മാറി ആകെ ദേഷ്യത്തിലായി വേഗം. എന്നിട്ട് ദേഷ്യത്തിൽ ഇങ്ങനെ കഞ്ഞി കൊടുക്കുന്നു, മാറിയിരിക്കുന്നു. കഞ്ഞി തന്നില്ല. പല്ലവി ഒരു വട്ടാക്കിയിട്ട് ചിരിക്കാണ് കേട്ടോ. അപ്പൊ പിറ്റേ ദിവസം രാവിലെ നമ്മുടെ മാഷും ശോഭയും കൂടി അങ്ങോട്ടേക്ക് വരികയാണ്. ഓട്ടോറിക്ഷ വന്നിറങ്ങി. അപ്പൊ പൂർണിമ, ആ വാ, വെളുപ്പാകാലം മുതല് ഒരാള് നോക്കിയിരിക്കും അവിടെ. പാറൂന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാതെ അവിടെ നിന്ന് ഇറങ്ങാൻ പറ്റില്ലല്ലോ, അതാ വൈകിയത്. പിന്നെ 1-2 തുണി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനും ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. എന്നാ വാ മാഷെ എന്ന് പറഞ്ഞ മാഷിനെയും ശോഭയും അകത്തേക്ക് ക്ഷണിച്ചു പൂർണിമ. അപ്പൊ പല്ലവി അങ്ങോട്ടേക്ക് വന്ന് കണ്ടപ്പോഴത്തേനും വേഗം കെട്ടിപ്പിടിച്ചിട്ട് നിന്ന് കരയാണ്. അമ്മേ, അമ്മ കരയണ്ട, എനിക്കൊരു കുഴപ്പമില്ല. ഇത് കണ്ടിട്ടാണോ അമ്മ വിഷമിക്കുന്നത്? കൈക്ക് ചതവ് മാത്രമേ ഉള്ളൂ, 2-3 ദിവസം കഴിയുമ്പം അതൊക്കെ മാറിക്കോളും. വാ, നമുക്ക് പോവാം, നമ്മുടെ വീട്ടിലേക്ക് പോകാം എന്നിങ്ങനെ പറയാണ് കേട്ടോ. അവിടെയാണെങ്കിൽ എനിക്ക് ഞാനും പാറും ഒക്കെ ഉണ്ടല്ലോ നിന്നെ നോക്കാനായിട്ട്. നമുക്ക് അതിന് ഇവിടെ നോക്കാൻ ആളുണ്ട് എന്ന് പറഞ്ഞു വേഗം സേതു. ആരാ എന്ന് ചോദിച്ചു ശോഭ. അത് പിന്നെ അപ്പൊ അച്ചു വന്നിട്ട് ഞാനുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ സ്വാതി പറഞ്ഞു ഞാനും. ബേബി ചേച്ചി എന്നെ കൂട്ടുന്നില്ലേ? അപ്പൊ ബേബി ചേച്ചി ഉണ്ട്. അതെ, നിങ്ങളുടെ വീട്ടില് 2 പേരല്ലേ ഉള്ളൂ, പക്ഷെ ഇവിടെ 4 പേരുണ്ട്. ഒന്ന് അച്ചു, ഒന്ന് സ്വാതി, ഒന്ന് ബേബി ചേച്ചി, പിന്നെ ആരാ എന്ന് ചോദിച്ചു. ഞാനും 4 എന്ന് പറഞ്ഞിങ്ങനെ തൊട്ട് കാണിക്കാണ്. അപ്പൊ എല്ലാവരോടും അങ്ങ് ചിരിച്ചു കേട്ടോ. അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരാണ്. അപ്പൊ എല്ലാവരും വെയിറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. തൊട്ടടുത്ത ആ ബെൽബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാൻ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. പുതുപുത്തൻ വിശേഷമായിട്ട് എത്താം. ബൈ ആൻഡ് സി യു.